ഹലോ ഗൈസ്, നമുക്കൊന്ന് ട്രിവാൻഡ്രം വരെ പോയാലോ. അപ്പൊ ഞാൻ രാവിലെ എണീച്ചപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ റെഡിയായി ഇറങ്ങി പാരിപ്പള്ളിയിൽ ചെന്നിട്ട് ഒരു മാസ്ക് മേടിച്ചു. കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് പൊടിയാണല്ലോ. അങ്ങനെ പിന്നെ പാരിപ്പള്ളിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് കിട്ടി നേരെ ട്രിവാൻഡ്രം. ഒരു 1:30 ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. തമ്പാനൂർ. അഞ്ചു അപർണ്ണയൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ അപർണ്ണ എന്നോട് പറഞ്ഞു, ഇടാ നീ PG-യിലേക്ക് പോരുന്നു. അങ്ങനെ ലൊക്കേഷൻ അയച്ചു. ഞാൻ അവിടെ എത്തിയിട്ട് അവളുടെ PG തപ്പി നടക്കുകയാണ്. അങ്ങനെ ഫൈനലി അവളുടെ PG-യിൽ കണ്ടുപിടിച്ച് അവളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ ചെന്നു. ഇനി അഞ്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അവള് റെഡിയാവുകയാണ് പുറത്തു പോകാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചുവിന്റെ മയിൽ വാഹനത്തിലെങ്കിൽ എത്തിയിട്ടുണ്ട്. മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക, പിന്നെ ചാലയിലോട്ടൊക്കെ ഒന്ന് പോവുക, ഇതൊക്കെ ഉള്ളൂ. അഞ്ചു ഓഫീസിൽ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവളുടെ ഫുഡ് മാർട്ടിനേക്ക് ഏഞ്ചലിന് എടുത്തു കൊടുത്തു. ഹോസ്റ്റലിൽ PG-യിൽ നിൽക്കല്ലേ, അപ്പൊ വീട്ടിലെ ഫുഡൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. അവരുടെ റൂമിൽ ഇഞ്ചി അച്ചാറും മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ അഞ്ചു അപർണ്ണയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മാർട്ടിനോടും ഏഞ്ചലിനോടും ചാച്ചയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. നട്ടുച്ചയ്ക്കാണ് നമ്മളുടെ ഈ സവാരി. അങ്ങനെ ഒരു കൊടയൊക്കെ നോത്ത് മൂന്നുപേരും നടക്കുകയാണ്. എങ്ങോട്ടെന്ന് പറഞ്ഞാല് പഴവങ്ങാടിയിൽ ഒരു അലങ്കാർ എന്ന് മറ്റൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ സദ്യ അടിപൊളി ടേസ്റ്റ് ആണ്. പോയി ഫുഡ് കഴിക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. മുമ്പ് ഞാനും അപർണയും കൂടി പോയി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അഞ്ചുവിനെയും കൂടെ പൊക്കിയെടുത്താണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ നമ്മൾ പഴവങ്ങാടി ആ സ്പോട്ടില് ഫുഡിന്റെ സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്കും കണ്ട കഴിച്ച ഹോട്ടൽ ഇന്ന് ക്ലോസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല സങ്കടമായി. കഴിക്കാന്നൊക്കെ ഉള്ള ഒരു ഇതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലോ വന്നതിന്. ഞങ്ങൾ തിരിച്ച് ചാലയിലോട്ട് പോകാന്ന് കരുതിയിട്ട് ചാലയുടെ ആ സൈഡിലോട്ട് പോവാണ്. പോണ വഴിക്ക് കുറെ കടകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു കടയിലെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുമാർ കഫേ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ കുമാർ കഫേയിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കുമാർ കഫേയിലെത്തി. എനിക്കും അഞ്ചുവിനും നല്ല വിശപ്പുണ്ടായിരുന്നു. അപർണയാണെങ്കിലും മെസ്സിന്ന് ഫുഡ് കഴിച്ചു. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നല്ല റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഊണ് പറയാനായിട്ടിരുന്നു. അപർണയ്ക്ക് ഒരു വിധത്തില് വേണ്ടടാ, എനിക്ക് വേണ്ട, വിശപ്പില്ല, ഞാൻ കഴിക്കാനില്ല, നിങ്ങൾ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇലയിൽ കൈയിടാൻ റെഡി ആയി ഇരിക്കുകയാണ്. എനിക്ക് തരുന്നില്ല, കൊടുക്കത്തില്ല. ഈ ഇല എനിക്ക് കൂടെ ഉള്ളതാണ്, ഞാൻ ഇവിടെ കഴിക്കും. ഗൈസ്, ഈ കൊച്ചൊന്നും കഴിക്കാതെ ഒന്നും വേണ്ടാതെ പറഞ്ഞിട്ട് കൈയിട്ട് വരാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഊണ് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവൾക്കൊരു ഷേക്ക് മതി എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. ഷേക്ക് മതി. അങ്ങനെ അവൾക്കൊരു ഷേക്കും, പിന്നെ അവള് കുടിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഷേക്കും അഞ്ചൊരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ആ കഴിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ സദ്യയിൽ അവൾ കൈ ഇടുമെന്നാൽ അവൾ ഇട്ടിരിക്കും. ലാസ്റ്റ് ടേസ്റ്റ് കൊണ്ടിട്ട് ഇങ്ങ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ സദ്യ കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ജ്യൂസ് വന്നു. ജ്യൂസ് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബില്ല് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. വയറ് നിറച്ച് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് PG-യിൽ പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് കരുതി. ബട്ട് സമയം ഇച്ചിരി ലേറ്റായി. എനിക്കിങ്ങ് വീട്ടിലും വരണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പത്മനാഭ ടെമ്പിളിന്റെ ആ ഒരു സൈഡിൽ നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറെ കടകളുണ്ടല്ലോ. എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞങ്ങൾ വീണ്ടും നേരെ ഓട്ടോയിൽ ഇങ്ങ് തമ്പാനൂർ വന്നു. എനിക്കിങ്ങ് പോകണമായിരുന്നു. അങ്ങനെ നേരെ കൊല്ലം മാറ്റിങ്ങൽ ആ ഒരു ബസ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാനായിട്ട് നിൽക്കണം. അവരുടെ മുഖത്ത് വിഷമം കണ്ടു. രണ്ടും അഭിനയിച്ച് നിൽക്കുകയാണ്. പിന്നെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനൊരു സൂപ്പർ ഫാസ്റ്റിലാണ് ചെന്ന് കയറിയത്. കയറിയപ്പോഴാണ്